നീ എൻ സ്വന്തം. ഏട്ടത്തി. പെട്ടെന്നുള്ള ശരണ്യയുടെ വിളി കേട്ടാണ് ദക്ഷ ഞെട്ടിക്കണ്ണു തുറന്നു. അപ്പോഴും അവളുടെ കൈക്കുള്ളിൽ ശ്രീദേവ് കൊടുത്ത ആ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. താൻ ഇത്രയും സമയം പഴയ ഓർമ്മകളിലായിരുന്നു എന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഏട്ടത്തി, നീ എന്താ ഇവിടെ? ദക്ഷ ചോദിച്ചു. ഞാൻ ഏട്ടത്തി കാണാൻ. ശരണ്യ, ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ ഏട്ടത്തിയല്ല എന്ന്. ഞാൻ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ദക്ഷ ചേച്ചിയായിരുന്നു. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, അവൾ പറഞ്ഞു. അവളത് പറഞ്ഞതും ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ എന്താ ഏട്ടത്തി ചെയ്തത്? എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവൾ ചോദിച്ചു. ശരണ്യ, പ്ലീസ്. ഞാൻ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? നീ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എൻ്റെ നെഞ്ച് പൊള്ളിക്കുന്നുണ്ട് ശരണ്യ. ദക്ഷ ചേച്ചിന്ന് വിളിക്കുമ്പോഴും ഏട്ടത്തിയുടെ സ്ഥാനമാണ് ഞാൻ തന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത് മാറ്റി വിളിക്കാൻ പറ്റാത്തത്. ഏട്ടത്തി എന്നൊന്ന് മനസ്സിലാക്കണം, അവൾ പറഞ്ഞു. എല്ലാവരെയും മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ശരണ്യ ഇന്നിവിടെ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. നിൻ്റെ ഏട്ടൻ്റെ ഭാര്യസ്ഥാനം ആഗ്രഹിച്ച ഒരു ദക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ദക്ഷയെ ഇല്ലാതാക്കിയതും നിൻ്റെ ഏട്ടൻ തന്നെയാ. അത് നീ മറക്കരുത്. എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കുണ്ടെന്ന് നിങ്ങളാരും എന്താ മനസ്സിലാക്കാത്തത്? ദക്ഷ ചോദിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുമായിട്ട് നീ എൻ സ്വന്തം. രാത്രി 7 മണിക്ക് ദൃശ്യം 2024 വ്ളോഗിൽ.